ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റേ അല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, വേറൊന്നുകൊണ്ടും അല്ല, എൻ്റെ മൂത്ത മോന് ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. ആദ്യത്തെ ദിവസം ഏട്ടനും കൂടി ഉണ്ടായിരുന്നു. ഷിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ കൊണ്ടുവിട്ടത്. സ്കൂളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വെറുതെ എപ്പോഴെപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ കാണുന്ന ഫ്ലാറ്റിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ അങ്ങ് ദൂരെ, അത്ര ദൂരെയൊന്നുമല്ല, വീഡിയോയിൽ കുറച്ച് ദൂരമായിട്ട് തോന്നുമെങ്കിലും ഒരു 300-400 മീറ്റർ ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇത് പോക്കറ്റ് എന്നാണ് കേട്ടോ പറഞ്ഞത്. പോക്കറ്റ് 3 ആണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഉള്ളത് പോക്കറ്റ് 5-ലാണ്. ഇവിടെ ഓരോന്നും പോക്കറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിൽ കൊള്ളുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഒരു പോക്കറ്റിലുണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിലൂടെ ചീറി പാഞ്ഞു പോകുന്ന വണ്ടികൾ നിങ്ങൾ കണ്ടോ? ഇതാ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന വണ്ടികളാണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരത്തും ഇവിടെ ഭയങ്കര തിരക്കാണ്. ചില സമയത്ത് നമ്മളിവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ടി വരും ഈ റോഡ് ക്രോസ് ചെയ്തൊന്ന് അപ്പുറം പോകാൻ വേണ്ടിയിട്ട്. അമ്മാതിരി തിരക്കാണ് ഇവിടെ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇവിടെ തണുപ്പൊക്കെ മാറി, കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി, നല്ല പ്രകാശമൊക്കെ വന്നിട്ടുണ്ട്. എന്താശ്വാസം എന്ന് പറയുക. തണുപ്പൊക്കെ ഒന്ന് മാറി വന്നപ്പം പല സമയത്തും ഇല്ലേ, നമ്മൾ രാവിലെ എണീറ്റ് കഥയൊക്കെ തുറക്കുമ്പം വെളിയിൽ ഇങ്ങനെ ഇരുട്ട് പിടിച്ച് കിടക്കുമ്പോൾ ഇല്ലേ, എൻ്റെ മനസ്സിങ്ങനെ പൊതുവേ ഒരു ഗ്ലൂമി ഫീൽ ആവാറുണ്ട് കേട്ടോ. അതിന് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. വെളിയിലുള്ള കാലാവസ്ഥ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ കഥ തുറന്ന് നോക്കുമ്പം ഈ പ്രകാശമൊക്കെ കാണുമ്പോൾ അല്ലേ മനസ്സിന് തന്നെ ഒരു ഉഷാറായിട്ടിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് കേട്ടോ ഫീൽ. അതോടെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ വിൻ്റർ ടൈം എന്ന് പറയുന്നത്. എപ്പോഴും വെളിയിൽ ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മേലോട്ട് നോക്കിക്കേ, ആകാശം കിടക്കുന്നതുണ്ട് വിവിധ വർണ്ണങ്ങളിൽ. ഇപ്പം ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ പല കളറിൽ നമുക്കിങ്ങനെ ആകാശം കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ പോക്കറ്റ് 5-ലോട്ട് പോവുകയാണേ. അപ്പം ഒരു പോക്കറ്റ് കഴിഞ്ഞ് അടുത്ത പോക്കറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു 1-1.5 കിലോമീറ്ററിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ. ഇപ്പോൾ അവിടെ മെട്രോ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്, പിന്നെ ഹൈവേ വന്നിട്ടുണ്ട്. അങ്ങനെ പതിയെ വികസനങ്ങൾ ഇങ്ങനെ മുട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരു പോക്കറ്റ് കഴിഞ്ഞ് അടുത്ത പോക്കറ്റ് എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം ഫുള്ള് ഇങ്ങനെ ഭൂമി അങ്ങനെ കിടക്കുകയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ അതിനകത്ത്. അങ്ങനെ ഇതാണ് പോക്കറ്റ് 5. അപ്പം വണ്ടി പാർക്കിൽ വെച്ചിട്ട് വേണം ഇനി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിലെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും മേടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സ്വന്തമായിട്ട് ഈ ഫ്ലാറ്റ് മേടിച്ചിട്ട് താമസിക്കുന്ന ആൾക്കാർ. അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിയിട്ട് എൻട്രൻസിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് കണ്ടോ, നമ്മുടെ ചൂടിൻ്റെ വരവറിയിച്ചുകൊണ്ട് നമ്മുടെ മൺകുപ്പികൾ. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം നമ്മൾ കണ്ടത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോ സാധനങ്ങൾ, അതായത് നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അവിടെ കാണാൻ പറ്റുമോ ഒരു പക്ഷേ അതേ കൂടുതൽ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ കിടക്കുന്നതൊക്കെ പാൻ മസാല. എൻ്റെ പൊന്നോ, ഇതിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും റോഡ് ആയാലും എവിടെയായാലും ഇങ്ങനെ ഫുള്ള് ചുമന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ഇവിടെ. ആക്ച്വലി എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇതിവിടെ ബാൻ ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ബാൻ ചെയ്തത് എന്ത് നന്നായെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവിടെ റോഡൊന്നുമില്ല, ബിൽഡിംഗ് ഒന്നുമില്ല, എവിടെ നിൽക്കുന്നു അവർ അവിടെ അങ്ങ് തുപ്പി വെക്കും കേട്ടോ. മറ്റേ മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ പപ്പുവിനോട് പറഞ്ഞ മാതിരി വെള്ളം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കിങ്ങനെ ചാടാനുള്ളൊരു ത്വര വരും. പിന്നെ ചാടിയിട്ടുണ്ടെങ്കിൽ എയറിൽ നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. പിന്നെ അത് താഴേക്ക് വരില്ല. അമ്മാതിരിയാണ് ഇവിടുത്തെ റോഡൊക്കെ. പിന്നെ ഇപ്പം ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ നടുത്തുണ്ടം തിന്നണമെന്നാണല്ലോ. ഇപ്പം അതൊക്കെ യൂസായി കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുവേ. അപ്പം ട്യൂസ്ഡേ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ട്യൂസ്ഡേയിലാണ് കേട്ടോ വലിയ മാർക്കറ്റ് ഉണ്ടാവുക. പിന്നെ ശനിയാഴ്ച ഇവിടെ മാർക്കറ്റ് ഉണ്ട്, പക്ഷേ ഒരു കുഞ്ഞു മാർക്കറ്റാണിത്. ഏറ്റവും വലുത് ട്യൂസ്ഡേയിലാണ്. പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. വളയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇവിടെയുള്ള ആൾക്കാർ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 കൈ നിറയെ ചുമന്ന വളയൊക്കെ ഇടും, നെറ്റിയിൽ നിറയെ സിന്ദൂരമൊക്കെ ഇട്ടാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ ആദ്യം ഇവിടെ വരുമ്പം ഉള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് പറയായിരുന്നു കേട്ടോ, ഇങ്ങനെ നടക്കാൻ പാടില്ല, സിന്ദൂരം ഇടണം, വള ഇടണം എന്നൊക്കെ.
എന്നൊക്കെ. അപ്പം നമ്മളിതൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ പഴയ ആചാരങ്ങൾ. ഇപ്പോഴും അവരൊക്കെ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ സിന്ദൂരവും പൊട്ടും വളയും ഒന്നും ഇല്ലാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ അവർ വിധവയാണെന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. നമ്മൾ പറയും നമുക്കതൊന്നും ഒരു വിഷയമല്ല എന്ന്. പിന്നെ ഇത് കണ്ടോ, ബേൽപൂരിയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ കപ്പക്കടയിലൊക്കെ ആണെങ്കിൽ എന്താ പറയണേ, ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ബേൽപൂരി, പാനിപ്പൂരി, ദഹിപൂരിയുടെ വെറൈറ്റീസാണ് കേട്ടോ. പിന്നെ അതെ പല ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് കിട്ടും. പിന്നെ റസ്ക് ഉണ്ട്. പിന്നെ ഇവിടുത്തെ പറയാതിരിക്കാൻ വയ്യ ഫ്രൂട്ട്സ്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വേവിച്ചാൽ മതി കേട്ടോ. ഇത് വല്ലതും നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കുമോ? നമുക്ക് കഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പച്ചക്കറി വരെ തിരഞ്ഞെടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഓടിച്ചു വിടും. പിന്നെ ഇപ്പോൾ ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ദേ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ, നമ്മുടെ ഹോളിയുടെ വരവറിയിച്ചുകൊണ്ടാണ് കേട്ടോ. ഹോളി ഇവിടെ 3-ാം തീയതി 4-ാം തീയതിയൊക്കെയാണ്, ചോട്ടാ ഹോളി, ബഡാ ഹോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ സീസണായിട്ടുള്ളത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെയാണ് കേട്ടോ. പിന്നെ ചപ്പൽ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്നത് മുറുമുറയാണ്, അതായത് നമ്മുടെ പൊരിയില്ലേ അതാണ്. പിന്നെ അതേ ഇപ്പം വെണ്ടയ്ക്ക, കോവയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല വില കൂടുതലാണ്. 1 കിലോ വെണ്ടയ്ക്ക ഇപ്പോൾ ഇവിടെ 120, 130 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് മേടിക്കാറില്ല, സീസൺ അല്ലാത്തത് കൊണ്ട് നല്ല വിലയാണ്. നമ്മളതുകൊണ്ട് കോളിഫ്ലവറും ക്യാബേജും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കും കേട്ടോ. പിന്നെ ക്യാരറ്റും മേടിക്കണം. പിന്നെ അതേ ചക്ക ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവർക്ക് നമുക്ക് ആവശ്യത്തിന് അവർ നമുക്ക് വെട്ടി പീസാക്കി തരും. ഇതൊക്കെ നമ്മുടെ നാട്ടിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഇരിക്കുന്നത് എന്താണെന്നറിയോ, ഇത് റാഡിഷിൻ്റെ ആക്കിളെന്ന് വരുന്ന സാധനമില്ലേ, ആദ്യത്തെ ആ നാമ്പ് വരില്ലേ, അതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാനത് ബീൻസ് ആണെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് അവർ പറഞ്ഞത് അതല്ല, റാഡിഷിൻ്റെ നാമ്പാണെന്ന്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ് ആദ്യം ഇത് കണ്ടപ്പോഴേ പപ്പടം വെക്കുന്ന ചേട്ടൻ. അയ്യോ, അത് ആദ്യം കണ്ടപ്പോൾ ഇവിടെ പപ്പടം വരെ തൂക്കി വെക്കാൻ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. പിന്നെ ആ ഇല കണ്ടോ നിങ്ങൾ, സോയാബീൻ്റെ ഇലയാണ് അത്രേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല. അവർ പറഞ്ഞു കേട്ടോ അത് സോയാബീൻ്റെ ഇലയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് സോയാബീൻ്റെ ഇലയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതേ ഇരിക്കുന്നത് ലെറ്റ്യൂസ് പോലുള്ള സാധനങ്ങൾ. പിന്നെ മുളക് തന്നെ ഇവിടെ പഴുത്ത മുളക്, പച്ചമുളക്, പിന്നെ ബജി മുളക്, പിന്നെ അച്ചാർ മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് മുളകിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതേ ഈ ഇരിക്കുന്ന മുളക് കണ്ടോ, ഇതാണ് നമ്മുടെ അച്ചാർ മുളക്. ഇത് അവർ എടുക്കുന്നതില്ലേ, ഇങ്ങനെ എന്തോ ഞെക്കി നോക്കിയിട്ടാണ് കേട്ടോ അവർ എടുത്തത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കൊണ്ടുവന്നിട്ട് ഇത് കീറിയിട്ട് ഇത് വെയിലത്ത് വെച്ച് അവർ ഉണക്കും കേട്ടോ. അവർ 2-3 ദിവസമൊക്കെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഇതിനകത്ത് മസാല നിറച്ചിട്ടാണ് അവരത് അച്ചാറിടുന്നത്. അങ്ങനെ അച്ചാർ മുളക് ഇരിക്കുന്ന കണ്ടോ, പപ്പടം നല്ല കളർഫുൾ പപ്പടമൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് വെളുത്തുള്ളിയുടെ പൂവാണ്. ഇവിടെ 2 സൈസിലുള്ളത് കിട്ടും കേട്ടോ. ഒന്ന് വെളുത്തുള്ളിയുടെ ഉണ്ട്, പിന്നെ ഒന്ന് നമ്മുടെ സവാളയില്ലേ അതിൻ്റെ പൂവായിട്ടും കിട്ടും. അങ്ങനെ 2 ടൈപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഡേറ്റ്സ് പോലെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതല്ലാണ്ട് നമ്മുടെ ആഗ്രാപ്പേടയില്ലേ, ആഗ്രാപ്പേടയൊക്കെ കൊണ്ടുവരും കേട്ടോ. ചിലപ്പോഴൊക്കെ അത് കാണാറുള്ളൂ, ചിലപ്പോഴൊന്നും അത് കൊണ്ടുവരാറില്ല. ആഗ്രാപ്പേടയൊക്കെ കൊണ്ടുവരുന്നൊരു ചേട്ടനുണ്ട് ഇവിടെ. പിന്നെ അതേ നമ്മളങ്ങനെ നടന്നു പോയപ്പോഴാണ് വേറൊരു കാര്യം നമ്മുടെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ മറ്റേ കറുത്ത കടല കിട്ടൂലേ, ആ കറുത്ത കടലയുടെ പച്ച രൂപം. ഇത് ഉണക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കറുത്ത കടലയായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിവിടെ സീസണാണ്. ഇതിപ്പം ഒരു ചെറിയ കെട്ടാണ്, അത് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് അവർ നമുക്ക് അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി തരും. അതിൻ്റെ ഇല ഉൾപ്പെടെ അത് കൂട്ടാൻ വെക്കുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പം ഇതിവിടെ ഇങ്ങനെ പൊളിച്ചിട്ടും കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അല്ലാതെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കെട്ടായിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പം ഇത് നമ്മുടെ ചന എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം കടലയുടെ ചെടിയാണ്. അപ്പം ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ചപ്പട്ടിൻ്റെ എന്ന് പറയുന്ന സംഭവമൊക്കെ. അപ്പം ചപ്പട്ടിൻ്റെയാണ്. പിന്നെ ഇവിടെ ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ മല്ലിയിലയൊക്കെ ഇപ്പോൾ ഇവിടെ ഭയങ്കര സീസണാണ് കേട്ടോ. വലിയ 2 കെട്ട് മല്ലിയില നമുക്ക് 10 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പം അങ്ങനെ മല്ലിയിലയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, നമ്മൾ ഫ്രഷ് ആയിട്ട് നല്ല പച്ചക്കറികൾ കിട്ടും കേട്ടോ. അത് വലിയൊരു ഗുണമാണ് ഇവിടെ. നമുക്കങ്ങനെ വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു ദിവസമൊക്കെ മാർക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിന് അപ്പം സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാലും നമുക്ക് അത് ഓടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ ചേനയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, കോണ്, നല്ല മധുരമുള്ള കോണായിട്ട്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോണ്. അപ്പം ഇതില്ല, ഞാൻ കൊണ്ടുവന്നിട്ട് പുഴുങ്ങിയിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത്. ഭയങ്കര മധുരമാണ് ഈ കോണിന്. സ്വീറ്റ് കോണാണ്, പക്ഷെ അടിപൊളി മധുരമാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ അത് മേടിക്കും. പിന്നെ ഇവിടെ നമുക്ക് ആലു, അതായത് ഉരുളക്കിഴങ്ങ്. ഇവിടെയുള്ള ആൾക്കാരില്ലേ 5-10 കിലോയൊക്കെ ഉരുളക്കിഴങ്ങാണ് വാങ്ങിച്ചിട്ട് പോകുന്നത്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് 1 കിലോയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അയ്യോ, അത് പറയണ്ട. പിന്നെ
പിന്നെ ഇരിക്കുന്ന സാധനം കണ്ടോ, കറുത്ത ക്യാരറ്റാണ് കേട്ടോ. ഈ കറുത്ത ക്യാരറ്റ് ആദ്യം ഞാൻ വിചാരിച്ചത് അവർ കാണാൻ സബ്ജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇത് അരിഞ്ഞ് തലേ ദിവസം തന്നെ അരിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കും അത്രേ. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ അത് വെറും വയറ്റിൽ കുടിക്കുമെന്ന്. അപ്പോൾ അത് എന്തോ ഡൈജഷനൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കറുത്ത ക്യാരറ്റ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കറുത്ത ക്യാരറ്റ് ഉണ്ട്, പിന്നെ ബേബി കോൺ ഉണ്ട്, പിന്നെ ഇത് കണ്ടോ കടലയാണ് കേട്ടോ അവിടെ ഇളക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇളക്കി വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും കിട്ടും. അങ്ങനെ പിന്നെ മുളപ്പിച്ച പയറ്, കടല, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ പച്ചമഞ്ഞൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എന്നുള്ളൊരു പതിവാണ് കേട്ടോ ദഹിപ്പൂരി. ഇത് കണ്ട ഇതിനകത്ത് മീഠ ചട്നിയും ഗ്രീൻ ചട്നി, പിന്നെ കുറച്ച് തൈരും, പിന്നെ എന്തോ ഒരു മസാലയും ഇടുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചില സമയത്ത് പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാറുണ്ട്, അത് വേറൊരു കാര്യം. അപ്പം ഞങ്ങൾ ദഹിപ്പൂരിയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആലു ടിക്കിയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിനകത്തും അവർ വേറെ എന്തൊക്കെയോ നമക്കിനൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത്. മസാലയൊക്കെ സെയിം ആണ്, പക്ഷേ ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാർക്കറ്റിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഈ മാർക്കറ്റ് നടത്തുന്ന ഈ റോഡില്ലേ, ആക്ച്വലി ഇത് എന്താ പറയുന്നത്, വണ്ടികൾ ഓടുന്ന റോഡാണ് കേട്ടോ. അപ്പം മാർക്കറ്റുള്ള ദിവസം അവരത് ബ്ലോക്ക് ചെയ്യും, അതുവഴി വണ്ടികളൊന്നും വരത്തില്ല. എന്നിട്ടാണ് ഇവിടെ മാർക്കറ്റ് നടത്തുന്നത്. അപ്പം ശനിയാഴ്ചയും പിന്നെ ചൊവ്വാഴ്ചയും അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 ദിവസം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ മാർക്കറ്റൊക്കെ നടത്തുന്നത്. പിന്നെ ഇത് കണ്ടോ, എല്ലാം 10 രൂപ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ 10 രൂപ ആകുമ്പോൾ ആൾക്കാർ മേടിക്കുമല്ലോ, അങ്ങനെ 10 രൂപയുടെ പാക്കറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ കാണാത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.